പള്ളുരുത്തി മില്ലേനിയം ഹൈപ്പർ മാർക്കറ്റിൽ മൺസൂൺ അപ് ടു 50% ഓഫ് ബാക്ക് ടു സ്കൂൾ സെയിൽ. സ്കൂൾ ബാഗ്സ് ഇപ്പോൾ വെറും 25% ഓഫ് ഓൺ MRP. പെൻസിൽ ബോക്സ് ഇപ്പോൾ അപ് ടു 20% ഓഫ് ഓൺ MRP. വാട്ടർ ബോട്ടിൽസ് ഇപ്പോൾ അപ് ടു 20% ഓഫ് ഓൺ MRP. കാംലിൻ നോട്ട്ബുക്സ് ഇപ്പോൾ 10% ഓഫ് ഓൺ MRP. ഇവ കൂടാതെ നിങ്ങളുടെ വീട്ടിലെ പല നിത്യോപയോഗ സാധനങ്ങൾ മറ്റെവിടെയും ലഭിക്കാത്ത വൻപിച്ച വിലക്കുറവിൽ. ഭീകരതയ്ക്കെതിരെ കാശ്മീരിലേക്കുള്ള ബുള്ളറ്റ് യാത്രയ്ക്ക് തുടക്കമായി. കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഭീകരതയ്ക്കെതിരെ കാശ്മീരിലേക്കുള്ള ബുള്ളറ്റ് യാത്ര ആരംഭിച്ചത്. ചലോ LOC എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ബുള്ളറ്റ് കൊണ്ട് മറുപടി എന്ന മുദ്രാവാക്യത്തോടെ യാത്ര നടത്തുന്നത്. തിരക്കഥാകൃത്ത് രമാനന്ദിന്റെ നേതൃത്വത്തിൽ 30ഓളം ബുള്ളറ്റുകളിലായി 43 പേരാണ് യാത്രയിൽ പങ്കെടുക്കുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം കുടുംബവുമായി യാത്ര ചെയ്യുന്നവരും സംഘത്തിലുണ്ട്. 12 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് യാത്ര. പെഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് തുടങ്ങിയ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നിന്നുമാണ് ഭീകരതയ്ക്കെതിരെ ബുള്ളറ്റ് യാത്ര എന്ന ആശയം ഉരുത്തിരിഞ്ഞത്. ചലോ LOC പെഹൽഗാം അറ്റാക്കിന് ശേഷം ആരംഭിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഒരു യൂത്ത് ലെഡ് ഒരു പാട്രിയോട്ടിക് ഇനിഷ്യേറ്റീവ് ആണ്. ഭാരതത്തിന്റെ വിരിമാറിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. പെഹൽഗാം അറ്റാക്കിന് പിറ്റേ ദിവസം മുതൽ ഞങ്ങളെല്ലാവരും സംഘടിക്കുകയും ഈ പരിപാടികളെല്ലാം ഏകോപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഭാരതത്തിന്റെ വിരിമാറിലൂടെ 100 ബുള്ളറ്റുകൾ സഞ്ചരിച്ചുകൊണ്ട് ഭീകരതയ്ക്കെതിരെ സന്ധിയില്ല എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചലോ LOC യാത്രയാവുന്നത്. ശങ്കര ജന്മസ്ഥാനത്ത് നിന്ന് ശങ്കരൻ സർവജ്ഞപീഠം കയറിയ ശാരദ വരെ ആണ് നമ്മളുടെ യാത്ര. ഏതാണ്ട് 3600 കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന 12 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു യാത്രയാണ് ചലോ LOC. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളത്. പലരും ആദ്യമായാണ് ഇത്തരത്തിലൊരു യാത്ര പോകുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ദിവസവും പുലർച്ചെ 4:30 ആരംഭിച്ച് രാത്രി 8 അവസാനിക്കുന്ന രീതിയിൽ ശരാശരി 500 കിലോമീറ്റർ എന്ന തോതിലാണ് യാത്ര ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേരളം പിന്നിടുന്നതോടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പേർ യാത്രയിൽ അണിചേരും. കാശ്മീരിൽ എത്തുമ്പോൾ സംഘത്തിൽ 100ഓളം പേർ ഉണ്ടാകുമെന്ന് സംഘാടകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാലടി.